ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആഫ്റ്റർ ലോങ് ടൈം ഒരു വീഡിയോ എടുക്കുകയാണ്. വേറൊന്നുമല്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വീഡിയോയിൽ. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെക്കേഷന് പോവുകയാണ്. അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം അബുദാബി എയർപോർട്ടും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായൊക്കെ ഇരിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് പോയതിൻ്റെ ഭയങ്കര വലിയ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ ഇപ്രാവശ്യം വേറൊരു ഇതും കൂടെ ഉണ്ട്, എൻ്റെ ചേച്ചിയുടെ മാരേജാണ്. സോ എല്ലാം ഓൾ സെറ്റാണ്. അപ്പം എയർപോർട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ എച്ച് ബിൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തു. ഇതാണ് അബുദാബി എയർപോർട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ പോകുന്നത്. ഭയങ്കര പുറമേ നോക്കുമ്പോൾ ഭയങ്കര വലുതായിരുന്നു, പക്ഷെ അകത്ത് നോക്കിയപ്പോൾ നമ്മുടെ ദുബായ് എയർപോർട്ടിന് അത്രയൊന്നുമില്ല കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇഷ്ടംപോലെ ഡ്യൂട്ടി ഫ്രീസ് ഞാൻ അവിടെ കണ്ടു, ഇഷ്ടംപോലെ. പിന്നെ അത്ര പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡ്യൂട്ടി ഫ്രീ നിന്നാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഗൈസ്. നമ്മുടെ ബോർഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ഗേറ്റിൻ്റെ അവിടെ വന്നു. നമുക്ക് ലഗേജ് കുറച്ച് കൂടുതലായിപ്പോയി. ഓൺലൈനിൽ പേ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല. അങ്ങനെ കുറേ സീനുകളായി ഗൈസ്. കുറച്ച് എക്സ്ട്രാ അധികം പേ ചെയ്യേണ്ടി നമുക്ക് വന്നു. പിന്നെ ഞാൻ അവിടെ തിരിച്ചിരി വെട്ടമൊക്കെ എടുത്ത്, എൻ്റെ നല്ല വെട്ടം ഉണ്ടായിട്ട് നല്ല ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്. ഇതായിരുന്നു ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചത്. ഗ്രിൽഡ് ചിക്കനും റൈസും, പിന്നെ സ്റ്റീക്ക് പൊട്ടാറ്റോ, ദെൻ നമ്മുടെ പാസ്തയും, പിന്നെ നമ്മുടെ യൂഷ്വൽ ഒരു കോഫിയും കുടിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഫൈനലി എൻ്റെ അനിയനും അമ്മയും ഒക്കെ ഞാൻ കണ്ടു. ഒരു വർഷത്തിന് ശേഷം എൻ്റെ അനിയൻ നല്ല ഫ്ലവർ ബൊക്കെയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ സ്നേഹപ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എൻ്റെ വാവ്, ഇതായിരുന്നു ട്രിവാൻഡ്രം എയർപോർട്ട്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് കേട്ടോ വരുന്നത് ഗൈസ്. ഇത് അവിടുത്തെ അവർ കുറേ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദുബായ് എയർപോർട്ടിലില്ലാത്ത കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അഫ്കോഴ്സ് അവിടെ ട്രിവാൻഡ്രത്തിലുണ്ടാവും. പിന്നെ കുറേ പച്ചപ്പ് കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതെന്താ ഞാൻ ചരിഞ്ഞിരിക്കുന്നത് ഗൈസ്? ഇനി കുറച്ച് നേരം നിങ്ങൾ ചരിഞ്ഞിരുന്ന് കാണും. അങ്ങനെ ഫൈനലി നാട്ടിലെത്തി ഗൈസ്. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പം സീ യു ഗൈസ്, ബൈ.